ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈദിൻ്റെ വെക്കേഷൻ ആയിരുന്നു ഇവിടെ. അപ്പോൾ ഒരു 10 ദിവസം നമുക്ക് ഇവിടെ ഓഫീസൊക്കെ അവധിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ പോയൊരു വീഡിയോ ആണ്. നമ്മൾ പോയത് ബഹ്റൈനിലേക്കാണ്. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മൾ കൂടെ ഒരു ഫാമിലിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പോൾ ഉള്ളത് നമ്മൾ ഇപ്പോൾ കണ്ടത് പിന്നെ ഇവിടെ മരുഭൂമിയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല മണൽക്കാറ്റുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മരുഭൂമിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അൽ ഖബാറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കൂടെയുള്ള ഫാമിലിയെ വെയിറ്റ് ചെയ്യാനിട്ട് ഇവിടെ. അൽ ഖബാർ എന്ന് പറയുന്നത് സൗദിയുടെ എൻഡാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കടലാണ്. ആ കടലിൽ കടന്നിട്ട് വേണം നമുക്ക് ബഹ്റൈനിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കടലിനെ ബന്ധിപ്പിക്കുന്ന ഇപ്പം സൗദിയെയും പിന്നെ അതുപോലെ തന്നെ ബഹ്റൈനിലെയും ബന്ധിപ്പിക്കുന്ന പാലമുണ്ട്. ആ പാലത്തിൻ്റെ പേര് കിങ് ഫഹദ് കോസ്വേ എന്നാണ് കേട്ടോ. അപ്പോൾ ആ ബ്രിഡ്ജും കൂടി കടന്നിട്ട് വേണം നമുക്ക് ബഹ്റൈനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ റോഡ് വഴി തന്നെയാണ് കേട്ടോ ബഹ്റൈനിലേക്ക് പോകുന്നതും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ പാലത്തിലോട്ട് കടക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ടോളുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ഉള്ള ചെറിയ വാഹനങ്ങൾക്കൊക്കെ 25 റിയാലാണ് ടോൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടോളൊക്കെ കൊടുത്ത് നമ്മൾ പിന്നെ പാലത്തിലോട്ട് കടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലം എന്ന് പറയുന്നത് 25 കിലോമീറ്റർ പിന്നെ നീളമുണ്ട് ഈ പാലത്തിന്. അതുപോലെ തന്നെ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 23 മീറ്ററാണ് കേട്ടോ. അപ്പോൾ ഈ പാലം പിന്നെ ഓപ്പൺ ചെയ്തത് 1956 അപ്പോൾ ഇത് പിന്നെ സൗദിയിലെ അൽ ഖബാർ മുതൽ ബഹ്റൈനിലെ അൽ ജസ്ര വരെയാണ് കേട്ടോ ഈ പാലം ഉള്ളത്. അപ്പോൾ നമ്മൾ പാലത്തിലൂടെ പോവുകയാണ്. അപ്പോൾ ഈ 2 സൈഡും പ്രത്യേകിച്ചൊന്നും കാണാനില്ല. കടലിനിടയിൽ കൂടെയാണല്ലോ പോകുന്നത്. 2 സൈഡും വെള്ളം മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം, സൗദിയിൽ നിന്നും ബഹ്റൈനിലേക്ക് ഏകദേശം 5 മണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ കാറിലൊക്കെ ആണെങ്കിൽ. പിന്നെ അറിയുന്നത് പിന്നെ അതിൽ 1 മണിക്കൂറും നമ്മൾ ഈ കോസ്വേയിൽ കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ബഹ്റൈനിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ നടക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ ബൂത്തുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വണ്ടി കൊണ്ടുപോയിട്ട് അവിടുന്ന് ഇതിൻ്റെ ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ നടക്കാം. അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടുന്ന് നമുക്കൊരു സ്ലിപ്പ് തരും. അത് കഴിഞ്ഞിട്ടാണ് എമിഗ്രേഷനിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എമിഗ്രേഷനിലോട്ട് എത്തിയാൽ അവിടെ പാസ്പോർട്ടൊക്കെ നമ്മളവർക്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അവർ നമ്മൾ വിസ ഓൺ അറൈവലാണ് എടുത്തത്. ഒരു വിസയുടെ ഒരു ചെറിയൊരു പേപ്പർ അത് നമുക്കവർ തരും. അതിന് ശേഷമാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബഹ്റൈനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിം എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ STCയുടെ ഓഫീസിലോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്മൊക്കെ എടുത്ത് നമ്മൾ ബഹ്റൈനിലോട്ട് കടന്നു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ ഹോട്ടലിൻ്റെ പേര് സിറ്റി സെൻറ്റർ എന്നാണ്. അപ്പോൾ സിറ്റി സെൻറ്റർ എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചപ്പോൾ നമുക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞില്ല കേട്ടോ. നമ്മൾ വേറെ എവിടെയോ പോയി എത്തി. പിന്നെ ഇതിൻ്റെ പേര് നമ്മൾ പിന്നെ എലൈറ്റ് ഗ്രാൻഡ് ഹോട്ടലിൽ നിന്ന് അടിച്ചപ്പോഴാണ് ഇവിടെ കൊണ്ടെത്തിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ഹോട്ടലിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ അതാ ഇവിടെ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ചെറിയൊരു ബാത്റൂമാണ്. ഇതൊരു കോമൺ ബാത്റൂമാണ്. നമ്മുടെ റൂം 2 ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചണൊക്കെ ഉള്ള ഒരു റൂമാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇതൊരു ചെറിയൊരു കിച്ചണാണ്. അപ്പോൾ ഇവിടെ ഓവനും പിന്നെ ചെറിയ രീതിയിലുള്ള പിന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പാത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഹാള്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹാൾ തന്നെയാണ് കേട്ടോ. സോഫ സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു TVയും എല്ലാം ഉണ്ട്. പിന്നെ അതിന് ശേഷം പോകുന്ന ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ നമ്മുടെ കൂടെ വന്ന റൂം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ റൂം. അപ്പോൾ ഇവിടുന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ കാണുന്നത്. ഏകദേശം ഒരു സീയുടെ അടുത്ത് തന്നെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ റൂം ഉള്ളത്. അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ളതൊക്കെ ഇതുപോലുള്ള ഹോട്ടൽസ് തന്നെയാണ് കേട്ടോ. കുറേ ഹോട്ടൽസ് ഉണ്ട്, എലൈറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹിൽട്ടൺ, അങ്ങനെ കുറേ വലിയ വലിയ ഹോട്ടൽസൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ഇത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ റൂം. പിന്നെ മോർണിംഗ് ആയപ്പോൾ നമ്മൾ ഹോട്ടലിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന് ചുറ്റും കാണുന്നതൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ മറ്റ് ഹോട്ടൽസൊക്കെ. അപ്പോൾ പിന്നെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബഹ്റൈനിലെ മറ്റു കാഴ്ചകളൊക്കെ ഞാൻ പോകെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.